ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെയൊക്കെ ഫോളോ ചെയ്യണം, അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിനായിട്ടും നേഴ്സുമാർക്കുള്ളതാണ് കേട്ടോ. അതായത് ഇവിടുത്തെ വിസ്റ്റാസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് വിസ്റ്റാസ് ഗ്ലോബൽ. അവർ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റിലേക്ക് നഴ്സസിന് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതായത് നാളെ മറ്റന്നാളുമാണ്, അതായത് ഡിസംബർ 5, 6, 2025 ഈ തീയതികളിലാണ് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അവരുടെ അഡ്വർടൈസ്മെന്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് മാളിൽ വെച്ചിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത് കേട്ടോ. അതിൻ്റെ സാലറി ഒക്കെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 8,000 ഖത്തർ റിയാലാണ് അവരതിനകത്ത് സാലറി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രോജക്റ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി നേഴ്സ് ആണെന്നും അവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രോമെട്രിക്കും ഡാറ്റ ഫ്ലോയും ഒക്കെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ QCHP ലൈസൻസ് ഉള്ള ആൾക്കാർ, ഖത്തറിലുള്ളവർ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊക്കെയാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണമെന്നും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഖത്തറിൽ ജോലി നോക്കുന്ന നേഴ്സസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിസ്റ്റാസ് ഗ്ലോബലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ നേഴ്സസിന്റെ വേറൊരു വേക്കൻസിയാണ് റെയ്ത മെഡിക്കൽ സെന്ററുകാർ നേഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അവർ കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റേർഡ് നേഴ്സ്, എമർജൻസി ഡെന്റൽ എക്സ്പീരിയൻസിലുള്ള രജിസ്റ്റേർഡ് നേഴ്സസിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻഡോസ്കോപ്പി ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. റേഡിയോഗ്രാഫറിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഒപ്റ്റിക്കൽ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഒരു ഓപ്പണിംഗ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിന് മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സിമിലർ ഫീൽഡ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓഫീസേഴ്സിന് ഇട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഓഫീസറിന്റെ ഒക്കെ കുറേ എൻക്വയറി വരാറുണ്ട്, കുറേ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ റെയ്ത മെഡിക്കൽ സെന്ററുകാർ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ ഇട്ടിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രീ അപ്രൂവൽ ക്ലെയിമിലൊക്കെയുള്ള ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. അതുപോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 വർഷത്തെ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ കോൾ സെന്റർ എക്സിക്യൂട്ടീവിന്റെ ഓപ്പണിംഗ്സ് ഇട്ടിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ ഹെൽത്ത് കെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ റെയ്ത മെഡിക്കൽ സെന്ററിന്റെ പേജ് വിസിറ്റ് ചെയ്യുക. ഞാൻ ലിങ്ക്ഡിൻ നിന്നാണ് ഓപ്പണിംഗ്സ് കണ്ടത്. അവരുടെ പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. രജിസ്റ്റേർഡ് നേഴ്സ്, എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, ഒപ്റ്റിക്കൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്, കോൾ സെന്റർ എക്സിക്യൂട്ടീവ്. ഇത്രയും പൊസിഷൻ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോസ്റ്റിലേക്കുള്ള ഓപ്പണിംഗ്സ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ നഴ്സസിന്റെ ജോലി നോക്കുന്നവരൊക്കെ റെയ്ത മെഡിക്കൽ സെന്ററിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണ്ടവർ, ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പം നഴ്സസിന്റെ വിസ്റ്റാസ് ഗ്ലോബൽ, റെയ്ത മെഡിക്കൽ സെന്റർ, ഇത് രണ്ടുമാണ് പിന്നെ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിക്കാർ ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാൻ പവർ ഏജൻസിയാണ് സപ്ലൈ ചെയ്യുന്നതാണ് സ്റ്റാഫിനെ. അവർ ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെന്റൽ അസിസ്റ്റന്റിൽ ഡിപ്ലോമയും QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഒക്കെയുള്ള ആൾക്കാർ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിക്കാർ വേറൊരു ഓപ്പണിംഗ്സ് ഇട്ടിരിക്കുന്നത് HR അസിസ്റ്റന്റിന്റെ ഒരു വേക്കൻസി, ടെമ്പററി റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പണിംഗ്സ് ഇട്ടിട്ടുണ്ട്. ടെമ്പററി വേക്കൻസിയാണ്, 3 മാസത്തേക്കുള്ള വേക്കൻസിയാണ്. 2,500 മുതൽ 3,000 റിയാൽ വരെ സാലറി ഉണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതും യുണൈറ്റഡ് മാൻ പവർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വേക്കൻസി യുണൈറ്റഡ് മാൻ പവറിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഖത്തർ പെട്രോളിയം, ഖത്തർ എനർജിയുടെ സൈറ്റിൽ അവർ സീനിയർ അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡിനിലാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ഖത്തർ പെട്രോളിയത്തിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ നോക്കുക സീനിയർ അക്കൗണ്ടന്റ്. അപ്പോൾ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഖത്തറിലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ, ജോലി നോക്കുന്ന ആൾക്കാർ ഖത്തർ എനർജിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിൻഡർ ഗാർഡൻ കോ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അത് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളുകാരാണ് ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടത് ഏതെങ്കിലും ബാച്ചിലർ ഡിഗ്രി മതി, പ്ലസ് മോണ്ടിസോറിയിലോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിലൊക്കെയുള്ള സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ കിൻഡർ ഗാർഡനിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ ഇൻഫർമേഷൻ അവർ ഇന്ത്യയിൽ നിന്നൊക്കെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസി പറയാനുള്ളത് ഒരു മിനിറ്റ്, ഒരു PROയുടെ പോസ്റ്റിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖത്തറിൽ PRO ആയിട്ട് എക്സ്പീരിയൻസ് ഒക്കെയുള്ള, ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ PHCC ഒരു വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാന്ന് വെച്ചാൽ ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് PHCC ആണ് ഇട്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഹെൽത്ത് കെയറിലുള്ള ഡിഗ്രി പ്ലസ് 4 വർഷത്തെ ക്ലിനിക്കൽ റിസർച്ചിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. PHCC ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അറബിക്കിൽ നോളജ് വേണമെന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ. അപ്പോൾ ഇത്രയും വേക്കൻസി ഒക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.